AOA of Blue Limited provided that documents upon the company may be served only through email. ബ്ലൂ ലിമിറ്റഡ് പറയാണ്, നിങ്ങൾ നമുക്ക് എന്ത് ഡോക്യുമെൻ്റ് തരാണെങ്കിലും ഇമെയിൽ വഴിയേ തരാൻ പാടുള്ളൂ. ഈ സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ് സെക്ഷൻ 20 പറയുന്നത്, ചാപ്റ്റർ നമ്പർ 2 സെക്ഷൻ 20. ഒരു കമ്പനിയോട് നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി, സ്പീഡ് പോസ്റ്റ് വഴി, കൊറിയർ വഴി, അല്ലെങ്കിൽ അവർ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്, ഈ പറഞ്ഞ ഏത് മോഡിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ആർട്ടിക്കിൾസിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇമെയിൽ വഴി തരാൻ പറ്റുള്ളൂ? അങ്ങനെ ഒരു പവർ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടില്ല. സാധാരണ ചില സെക്ഷനിലൊക്കെ പറയും ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് ചില സെക്ഷൻസിലൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സെക്ഷൻ 106 റെസ്ട്രിക്ഷൻസ് ഓൺ വോട്ടിംഗ് റൈറ്റ്, വോട്ടിംഗ് റൈറ്റ്സ് തടയാൻ പറ്റുമോ? ആർട്ടിക്കിൾസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു മെമ്പറിൻ്റെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അവർ വോട്ടിംഗ് റൈറ്റ് തടയാം. അതൊക്കെ ആർട്ടിക്കിൾസിന് പവർ കൊടുക്കുകയാണ് കമ്പനീസ് ആക്ട്. ഈ സെക്ഷനിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്ത സ്ഥിതിക്ക് നിങ്ങൾ ആർട്ടിക്കിൾസിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻ എഴുതിയാൽ അത് ആക്ടും ആർട്ടിക്കിൾസും തമ്മിൽ ക്ലാഷ് വരുന്ന വിഷയവും ആർട്ടിക്കിൾസിൽ പറഞ്ഞ ക്ലോസ് വോയിഡ് ആവും. ആസ് പെർ സെക്ഷൻ 6 ആക്ട് ടു ഹാവ് ഓവർ റൈഡിങ് എഫക്ട്. സെക്ഷൻ 6 പ്രകാരം ആക്ട് ടു ഹാവ് ഓവർ റൈഡിങ് എഫക്ട്. ആക്ട് 5 കാര്യങ്ങളും ക്ലാഷ് വന്നാൽ ആക്ട് പ്രിവെയിൽ ചെയ്യും. MOA, AOA, റെസൊല്യൂഷൻസ് പാസ് ഇൻ ജനറൽ മീറ്റിംഗ്, റെസൊല്യൂഷൻ പാസ് ഇൻ ബോർഡ് മീറ്റിംഗ്, എഗ്രിമെന്റ്സ് എക്സിക്യൂട്ടഡ് ബൈ കമ്പനി. ഈ 5 കാര്യങ്ങൾ ആക്ടും ക്ലാഷ് വന്നാൽ ആക്ട് പ്രിവെയിൽ ചെയ്യും. ആ ആക്ടുമായിട്ട് ക്ലാഷ് ഉള്ള ക്ലോസ് വോയിഡ് ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലോസ് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് കരൺ എന്ത് ചെയ്തു? കമ്പനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു. രജിസ്റ്റേർഡ് പോസ്റ്റ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണോ? യെസ്, ആ സെക്ഷൻ 20 കവർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ, അല്ലെങ്കിൽ അവിടെ ഫിസിക്കലി പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്, അതിലുള്ളതാണ് രജിസ്റ്റേർഡ് പോസ്റ്റ്. കമ്പനി ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡോക്യുമെന്റ്. കാരണം ആർട്ടിക്കിൾസിൻ്റെ വയലേഷൻ, ആർട്ടിക്കിൾസ് ഇമെയിൽ വഴി തരണം എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ തന്നില്ല. എന്നിട്ട് കാരണം ലോസ് ഉണ്ടായി. ഡിസൈഡ് ദ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെന്റ്സ് ഓഫ് കമ്പനി. പിന്നെ ഇയാൾക്കുണ്ടായ ലോസ് പ്രകാരം സെക്ഷൻ 20 പ്രൊവൈഡ്സ് എ മോഡ് ഇൻ വിച്ച് ഡോക്യുമെന്റ്സ് മേ ബി സെർവ്ഡ് ഇൻ ദ കമ്പനി, അല്ലെങ്കിൽ മെമ്പേഴ്സിന്, അല്ലെങ്കിൽ രജിസ്ട്രാറിന്. Serving of documents. A document may be served on the company or officer by sending it to the company or officer at the registered office of the company by first point, registered post, speed post, courier, leaving a registered office or such electronic mode as may be prescribed. Registered post ഉണ്ട്, speed post ഉണ്ട്, courier ഉണ്ട്, registered office കൊണ്ടേ കൊടുക്കുക. Electronic mode as may be prescribed. അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത ഇലക്ട്രോണിക് മോഡ് ഏതാ? ഇമെയിൽ. വാട്സപ്പ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. However, where securities are held with the depository, ഈ ഡെപ്പോസിറ്ററി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിലും, അതായത് നിങ്ങളെ ഷെയർസ് ഡിമാറ്റ് ഫോമിലാണ്, ഡെപ്പോസിറ്ററി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അവിടെ നമ്മൾ സെക്ഷൻ 88 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലൊക്കെ നമ്മൾ പറയുന്നതാണ് ഡെപ്പോസിറ്ററി ആയിരിക്കും നിങ്ങളെ രജിസ്റ്റർ മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ ഡെപ്പോസിറ്ററി ആയിരിക്കും രജിസ്റ്റേർഡ് ഓണർ, ബെനിഫിഷ്യൽ ഓണർ ആയിരിക്കും ആ പെർട്ടിക്കുലർ മെമ്പർ. അപ്പോൾ അവിടെ ഡെപ്പോസിറ്ററി കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഇലക്ട്രോണിക് മോഡിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുറച്ച് ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്കൊന്നും ഇവിടെ പോയിട്ട് അത് കൺഫ്യൂസിങ് ആക്കുന്നില്ല. സെക്യൂരിറ്റീസ് ഹെൽഡ് വിത്ത് ഡെപ്പോസിറ്ററി, റെക്കോർഡ്സ് ഓഫ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് may be served by such depository on the company by means of electronic or other mode. അപ്പോൾ അത്രയും പ്രൊവിഷൻ പറഞ്ഞു. ഇനി പറഞ്ഞത് ഇൻ ദ ഗിവൺ കേസ് ഈവൻ ദോ ആർട്ടിക്കിൾസ് ഇങ്ങനെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്, ദിസ് ഇസ് ഇൻവാലിഡ്. കാരണം ആക്ട് ഈ ക്ലോസ് ഇൻവാലിഡ് ആണ്. കാരണം ആർട്ടിക്കിൾസ് കനോട്ട് ബി ഇൻകൺസിസ്റ്റന്റ് വിത്ത് കമ്പനീസ് ആക്ട്. ദെയർഫോർ കമ്പനിയുടെ വാദം ഇൻവാലിഡ് ആണ്. കമ്പനി വാസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡോക്യുമെന്റ്സ്, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചത് കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഉണ്ടായ ലോസസ് ഒക്കെ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാൻ പറ്റും. കമ്പനിയുടെ അടുത്ത് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 20 സർവീസ് ഓഫ് ഡോക്യുമെന്റ്സ്. ഇനി കമ്പനി ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുക? ഈ പറഞ്ഞ എല്ലാ മോഡും ഉണ്ട്, പ്ലസ് അവിടെ ഓർഡിനറി പോസ്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. കമ്പനി ആരോടെങ്കിലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, കമ്പനിയോട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 5 മോഡ്.